ടോക്സിക്കോളജിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ ഡോസ് ഡിസൈഡ്സ് ദി പോയിസൺ എന്നുള്ളത്. പൊതുവിൽ നമുക്ക് സൈഡ് ഇഫക്റ്റും അഡ്വേഴ്സ് ഇഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പാരസെറ്റമോളിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് നോസിയ. 100 ആളുകളിൽ ഒരു 1, 2, 3 ആളുകളിൽ നോസിയ ഉണ്ടാവും, അഥവാ ഓക്കാനം ഉണ്ടാകാം. നമ്മൾ എത്രയോ കാലമായിട്ട് പാരസെറ്റമോൾ കഴിക്കുന്നുണ്ടാവും. നമ്മളിൽ എത്ര പേർക്ക് ഓക്കാനം ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ നോസി എത്രത്തോളം അൺകോമൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. പാരസെറ്റമോളിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഹെപ്പാറ്റിക് ഇഞ്ചുറി, അല്ലെങ്കിൽ ലിവറിൽ ക്ഷതമേൽക്കുക, ലിവറിൽ നീര് വരിക, ലിവർ തകരാറിലാവുക എന്നുള്ളത്. അഡ്വേഴ്സ് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ 0.1% താഴെ വരണം. എന്താണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? നമ്മളിൽ എത്ര പേർക്ക് പാരസെറ്റമോൾ കഴിച്ച് ലിവർ ഇഞ്ചുറി വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ സൊസൈറ്റിയിൽ കണ്ടിട്ടില്ല. അൺലെസ് പേഷ്യന്റ് 10 ഗ്രാമിന്റെ മുകളിൽ പാരസെറ്റമോൾ ഒരു ദിവസം കഴിച്ച് ലിവർ ഡോസേജിന്റെ മുകളിൽ പോകുമ്പോൾ, ഒരു BMW പുതിയ കാറ് വാങ്ങിച്ച് ഭിത്തിയിൽ ഇടിച്ചു കയറ്റിയാൽ BMW കാരുടെ കുറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? BMW പറഞ്ഞ മാനുവൽ വായിക്കാതെ ആ റൂള് ഫോളോ ചെയ്യാത്ത ആളെ നമ്മൾ അയാളെയാണ് പബ്ലിക്കിൽ സ്ക്രൂട്ടിനി ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഈ വിഷയത്തിലുള്ളത്. സോ കോൾഡ് ഇംഗ്ലീഷ് മരുന്നാവട്ടെ, കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, ശ്വസിക്കുന്ന ഓക്സിജൻ ആവട്ടെ, ആവശ്യത്തിന് അധികമായി കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റി തന്നെയാണ്. മോഡേൺ മെഡിസിൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു ഹിപ്പോക്രാറ്റിക് സ്റ്റേറ്റ്മെന്റിന്റെ മുകളിലാണ്. പ്രൈമം നിൽ നൊസീറി, ഫസ്റ്റ് ഡു നോ ഹാം. അതിൽ നിന്നാണ് മോഡേൺ മെഡിസിൻ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്.